ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇറ്റ്സ് മീ അഞ്ജു. വെൽക്കം ടു എലിസ് ഗ്ലോ. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷം എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കുറച്ചത് എന്നതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ എൻ്റെ ബോഡിയൊക്കെ എങ്ങനെ എത്ര മെലിഞ്ഞു എന്ന് കാണിക്കാം കേട്ടോ. ഇതാ ഇപ്പം ഇങ്ങനെയാണ്. ഈ ഡ്രസ്സ് എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു, ഇപ്പം എനിക്ക് ലൂസായി. അപ്പം എന്താ എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെതാ വയറൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കേട്ടോ. ഞാൻ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 kg ആയിരുന്നു. ഡെലിവറി സമയത്ത് എൻ്റെ വെയിറ്റ് 75.3 kg ആയിരുന്നു. 75.3 kg ആയിട്ടോ ഡെലിവറിന്റെ സമയത്ത്. പ്രസവിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയപ്പം 70 kg ആയിരുന്നു, 70 കിലോ ആയിരുന്നു. അതാ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ പുറത്തെടുത്തു, അതിൻ്റെ വെയിറ്റും എല്ലാ കാര്യങ്ങളും അങ്ങനെ 5 കിലോ കുറഞ്ഞു. 70 kg ആയിരുന്നു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ. പിന്നീട് ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 59 kg ആണ്. 11 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 1 വർഷവും 4 മാസവും ആയി. എൻ്റെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ 2 കാര്യങ്ങളാണ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാര്യം ഫുഡ് കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ആദ്യമേ ഫുഡിൽ വരുന്നത് വാട്ടറിനെ കുറിച്ച് ഞാൻ പറയാം. പണ്ട് കാലത്ത് എൻ്റെ മമ്മിയൊക്കെ എന്നെ പ്രസവിച്ച് കിടന്ന സമയത്ത് മമ്മീനോട് പറഞ്ഞതാ, അവർക്ക് ചിലപ്പോൾ ദിവസം 1 ഗ്ലാസ് വെള്ളമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ കുടിക്കാൻ, കാരണം തടി വെക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ഞാനിത് ഈ ഡൗട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം, എന്നാലേ നമ്മുടെ ബോഡിയൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് ഈ പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ പ്രസവരക്ഷ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതായത് ഈ അരിഷ്ടം, ലേഹ്യം അങ്ങനെയൊക്കെ നമുക്ക് കുടിക്കാൻ തരുമല്ലോ, കഴിക്കാനും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ഈ അരിഷ്ടവും ലേഹ്യവും വേണ്ട, എനിക്ക് താല്പര്യമില്ല, അതിനോട് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. പക്ഷെ അവരെന്താ അത് കേട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് അവര് ലേഹ്യം ഞാൻ എന്തായാലും കഴിക്കില്ല എന്ന് അവർക്കറിയാം, അതുകൊണ്ട് അവർ ലേഹ്യം വാങ്ങിയില്ല. പക്ഷെ അരിഷ്ടം വാങ്ങി വെച്ചു. അതായത് എൻ്റെ C-സെക്ഷൻ ആയിരുന്നു എൻ്റെ ഡെലിവറി. അപ്പം മുറിവിനെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് അവര് അരിഷ്ടം വാങ്ങി വെച്ചത്. അപ്പം അരിഷ്ടം ഞാൻ കുടിച്ച സമയത്ത് മോൻ എപ്പോഴും ഫീഡ് ചെയ്യണമല്ലോ. അപ്പം ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവൻ എപ്പോഴും നല്ല ഗ്യാസിന്റെ ഇഷ്യൂ. കാരണം ഞാൻ കഴിക്കുന്നത് എന്താണോ അതായിരിക്കും മോന് പാലിൽ കൂടെ കിട്ടുക. അപ്പം എന്തുണ്ടേലും അത് എഫക്ട് ചെയ്യും. അപ്പം ഞങ്ങൾക്കിത് കാര്യം ആദ്യം മനസ്സിലായില്ല. അങ്ങനെ മോന് ഭയങ്കര ഗ്യാസിന്റെ ഇഷ്യൂ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അരിഷ്ടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ആ അരിഷ്ടം ഒന്ന് ഒഴിവാക്കി നോക്ക്, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അരിഷ്ടം എന്നിട്ട് ഞാൻ പിന്നീട് ഒഴിവാക്കി കഴിഞ്ഞപ്പം ഗ്യാസിന്റെ പ്രശ്നം കുറച്ച് കുറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ടല്ല, കുറച്ച് കുറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളും അധികം കഴിച്ചിട്ടില്ല കേട്ടോ, ഈ ലേഹ്യം എന്നൊക്കെ പറയുന്നത്. കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, എനിക്കറിയില്ല. തടി വെക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പിന്നെ അത് കഴിക്കാതിരുന്നത്. ആ സമയത്ത് പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ജങ്ക് ഫുഡ്, പിന്നെ ബേക്കറി, വറുത്തത്, പൊരിച്ചത്, അങ്ങനത്തെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഒഴിവാക്കിയായിരുന്നു. അതൊന്നും ഞാൻ കഴിച്ചില്ല. കാരണം എനിക്ക് അറിയായിരുന്നു പുറമേ എനിക്ക് ആ സമയത്ത് നമുക്ക് കൊതിയായിരിക്കും, നല്ല വിശപ്പും ഉണ്ടാവും. കാരണം മോൻ എപ്പോഴും പാല് കൊടുക്കുന്നതുകൊണ്ട്, നമുക്ക് എപ്പോഴും ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല വിശപ്പുമായിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷെ കൺട്രോൾ ഒന്നും അങ്ങനെയല്ല, ഡയറ്റ് അല്ല. കാരണം ആ സമയത്ത് നമുക്ക് ഡയറ്റ് എടുക്കാനും പറ്റില്ല. ഡയറ്റിന് പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കി. അനാവശ്യ ഫുഡുകൾ ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കി. അതിൽ ഒന്നാമത്താണ് ചിക്കൻ. നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് ഫീഡ് ചെയ്യുന്ന മദേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനകത്ത് ചിക്കൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ടില്ല, അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് ചിക്കൻ. പിന്നെ എഗ്ഗ് നല്ല പ്രോട്ടീനാണ്. പിന്നെ സോയാബീൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസിൽ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് സോയാബീൻ, അത് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തി, പിന്നെ നത്തൽ എന്ന് പറയുന്ന ചെറിയ മീനില്ലേ, അത് മത്സ്യത്തില്, മീനില്, പിന്നെ അയല, അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ തന്നെ പച്ചക്കറികൾ, വെജിറ്റബിൾസ് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചച്ചീര, ചുമന്ന ചീര, പിന്നെ മുരിങ്ങയില കഴിച്ചിട്ടുണ്ട്. പിന്നെ ചേമ്പിന്റെ ഇല, അതൊക്കെ ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജങ്ക് ഫുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയായിരുന്നു. പിന്നെ എണ്ണക്കടികൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി. പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട്. അതാണെങ്കിലും ഒരളവിന്, അല്ലാണ്ട് അമിതമായിട്ടൊന്നും കഴിച്ചില്ല. ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷം ഞാൻ കഴിച്ചത് മുത്താറി നല്ലതാട്ടോ കഴിക്കാൻ. ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ സാധനമാണ് മുത്താറി. നമുക്കധികം തടി വെക്കാത്തൊരു സാധനമാണ് മുത്താറി. നന്നായിട്ട് അയണും കാൽഷ്യവും ഒക്കെ നന്നായിട്ട് ഈ മുത്താറിയിലുണ്ട്. അതായത് നമ്മുടെ ഈ ഫീഡ് ചെയ്യുന്ന മദേഴ്സിന് മുത്താറി നന്നായിട്ട് പാല് വെക്കാനും, പിന്നെ നമുക്ക് വെയിറ്റും വെക്കില്ല, നമുക്ക്
ആവശ്യത്തിനുള്ള അയണും കാൽഷ്യം കിട്ടുകയും ചെയ്യും. അപ്പം മുത്താറിയാണ് ഞാൻ ഒന്ന് കഴിച്ചത്. പിന്നെ മുത്താറി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ വാങ്ങിയതെന്ന് വെച്ചാൽ മുത്താറി മുഴുവനായിട്ട് കിട്ടുന്ന മുത്താറിയില്ലേ, അതായത് ഈ പൊടി അല്ലാണ്ട് മുഴുവനായിട്ട് കിട്ടുന്ന മുത്താറി വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി, നല്ല ചെളി ഉണ്ടാവുന്നതിന്, അപ്പം നന്നായിട്ട് കഴുകി ഉണക്കി എന്നിട്ട് പിന്നെ പൊടിപ്പിക്കും. അത് ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചല്ലെങ്കിൽ നമ്മുടെ മിക്സി തന്നെ പൊടിച്ചെടുക്കുക ചെയ്യുക. കാരണം കുറേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൂത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആവശ്യത്തിനെടുത്ത് അത് ഞാൻ പുട്ടായിട്ടോ അല്ലെങ്കിൽ കുറുക്കായിട്ടോ ആ ഫോമിലോ ഞാൻ കുടിക്കുമായിരുന്നു. ഡെയിലി ഞാൻ എൻ്റെ ഫുഡിൽ അത് ഉൾപ്പെടുത്തുമായിരുന്നു കേട്ടോ, മുത്താറി. ഇനി ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണെന്ന് പറയാം. അതായത് ഒരു ചാർട്ട്, 6 നേരമായിട്ട് ഞാൻ ഒരു ദിവസത്തെ ഭക്ഷണം കഴിച്ചു. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെയല്ല, ഒരു ദിവസം 6 നേരമായിട്ട്, അതായത് ക്വാണ്ടിറ്റി കുറച്ച് ഞാൻ ഭക്ഷണം കഴിക്കുമായിരുന്നു. അതിൽ രാവിലെ ഇപ്പം സപ്പോസ് 7 മണിക്ക് ഞാനിപ്പം ഒരു ഗ്ലാസ് പാല് പിന്നെ ഒരു മുട്ട അങ്ങനെ കഴിച്ചാൽ 7 മണിക്ക് കഴിക്കും. പിന്നെ അതിനുശേഷം ഒരു 10 മണിക്ക് ചിലപ്പം 2 ഇഡ്ഡലി അല്ലെങ്കിൽ സാമ്പാർ, കടലക്കറി അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ചോറ് എന്ന് പറയുമ്പോൾ ചോറിൻ്റെ അളവൊക്കെ പകുതി ചോറ് പിന്നെ പകുതി കറി, എന്തെങ്കിലും ചിക്കൻ കറിയോ പിന്നെ എന്തെങ്കിലും തോരൻ, ചാറ് അങ്ങനെ എന്തെങ്കിലും, അത് ഉച്ചയ്ക്ക് കഴിക്കും. അത് പകുതി ചോറും പകുതി കറിയായിരിക്കും കേട്ടോ. അതാണ് അളവ്. ചോറിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും. അങ്ങനെ കഴിക്കും. പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്. പിന്നീട് 4 മണിക്ക് ഞാൻ ചായക്ക് പകരം, ഞാൻ ചായ അങ്ങനെ കുടിക്കലില്ലായിരുന്നു. ഞാൻ ഷുഗർ കട്ട് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയായിരുന്നു കേട്ടോ. ഷുഗർ കട്ട് പിന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസ് അതൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. കൊതി തോന്നുമ്പം വല്ലപ്പോഴും ഒന്ന് കിടക്കുങ്ങാനും അങ്ങനെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഷുഗർ കട്ട് ഉണ്ടായിരുന്നു. ഷുഗറിന് പകരം ഞാൻ നമ്മുടെ വെല്ലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെയായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ അത് ഒഴിവാക്കിയായിരുന്നു. പിന്നെ 4 മണിക്ക് ഞാൻ പറഞ്ഞല്ലോ മുത്താറി കഴിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം രാത്രിയിലത്തെ ഡിന്നറിന് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും, ചോറ് തന്നെയായിരുന്നു കൂടുതലും കഴിച്ചിരുന്നത്. ചോറോ, അതാണെങ്കിൽ പകുതി ചോറും പകുതി കറികളും, ആ രൂപത്തിലായിരുന്നു കഴിച്ചത്. പിന്നെ എനിക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പ്രസവിച്ച് കിടക്കുകയാണ് ഒന്നാമത്. അപ്പം നമുക്ക് പെട്ടെന്ന് തടി വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ അങ്ങനെ അനങ്ങുന്നില്ല. അപ്പം നമ്മൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഞാൻ പണ്ടല്ല എൻ്റെ മമ്മി പറയുന്നത് കേട്ടിട്ടുണ്ട്. മമ്മിയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് വീട്ടിൽ നന്നായിട്ട് കഴിപ്പിക്കുമായിരുന്നു ഭക്ഷണം. അവർ നന്നായിട്ട് കഴിപ്പിക്കും, കാരണം തടിക്കാൻ വേണ്ടി. പണ്ടത്തെ ഒരു ധാരണ ആൾക്കാർക്ക് ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. അത് പെറ്റ് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും, ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴേക്കും നല്ല കുറച്ച് തടിച്ച് കൊഴുത്തിരിക്കണം, അതായിട്ടിരിക്കണം. അല്ലെങ്കിൽ മെലിഞ്ഞിരുന്നാൽ ആൾക്കാർ ചോദിക്കേണ്ട അവിടെ പട്ടിണിയാണോ, ആ രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് അത് കംപ്ലീറ്റ്ലി മാറിയിട്ടോ. അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയാണെന്ന് വിചാരിച്ച് കഴിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ക്വാണ്ടിറ്റി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നമ്മുടെ ശരീരമാണെന്ന് ഓർക്കുക. പിന്നെ നമുക്ക് ഈ തടി കയറിക്കഴിഞ്ഞാൽ, ഈ സമയത്ത് തടി കയറിക്കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് തടിക്കും. പക്ഷെ കുറയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. തടിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ കുറയ്ക്കാൻ അതിലേറെ വിഷമമായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ബോഡിയാണെന്ന് വിചാരിച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. കൊതിയൊക്കെ ഉണ്ടാവും, ഒന്ന് ലിമിറ്റ് ചെയ്യുക, കുറയ്ക്കുക. ഇനി അടുത്തതായിട്ട് രണ്ടാമത് ചെയ്ത കാര്യമാണ് ഞാൻ എക്സസൈസ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എൻ്റെ C-സെക്ഷൻ ആയിരുന്നു. അപ്പൊ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 മന്ത്സ് മുതലാണ് ഞാൻ എക്സസൈസ്, അതായത് ചെറുതായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. കാരണം C-സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, നിങ്ങളും ഇപ്പം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം. കാരണം നിങ്ങളുടെ കണ്ടീഷൻ ഡോക്ടറൊക്കെ അറിയത്തുള്ളൂ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഡോക്ടറോട് ചോദിക്കുക. എന്നിട്ട് മാത്രം ഡോക്ടറോട്, ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു തരും എന്തൊക്കെ എക്സസൈസ് ആണ്. പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ടാവും, നോക്കിയിട്ട് ചെയ്താൽ മതി. ഈ പെൽവിക് ഫ്ലോർ എക്സസൈസ് അതാണ് നമ്മൾ ഫസ്റ്റ്. അതായത് ചെയ്യുമ്പം അതിൻ്റെ അളവൊക്കെ കുറച്ച് ചെയ്യുക. പെട്ടെന്ന് തന്നെ കൂടുതൽ ചെയ്യാണ്ട് കൂട്ടി മെല്ലെ കൂട്ടി വരിക. കാരണം C-സെക്ഷൻ ഒക്കെ ആണെങ്കിൽ സ്റ്റിച്ച് മുറിവൊക്കെ കുറെ ലെയർ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പം അതൊക്കെ ഉണങ്ങി വരാൻ ശരിക്കും ചുരുങ്ങി വന്ന 1 വർഷം എടുക്കും എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് മെല്ലെ കൂട്ടി വരിക. നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് കുറെ എണ്ണം ചെയ്യാതെ കുറച്ച് കൂട്ടി വരിക. കാരണം നമ്മുടെ വയറ് അത് പാകപ്പെട്ട് വരണം. കാരണം അത്രയും നാളും നമ്മുടെ മസിൽസ് ഒക്കെ ലൂസായിട്ടിരിക്കുകയായിരിക്കും. അപ്പം അതിനൊന്ന് മെല്ലെ കൂട്ടിക്കൊണ്ടുവരിക. കാരണം ഒറ്റയടിക്ക് ചെയ്യാതെ, ഞാൻ ഫസ്റ്റ് ഒരു അബദ്ധം കാണിച്ചിരുന്നു. കാരണം ഞാൻ പണ്ടേ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതായത് എൻ്റെ പ്രഗ്നൻസി ടൈമിലും ചെയ്യുമായിരുന്നു. അതിന് മുമ്പൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എനിക്കിത് ചെയ്യാതിരുന്നപ്പം എന്തോ പോലെ. അപ്പം ഞാൻ അബ്ഡമൻ ചെയ്തു. അപ്പൊ എനിക്ക് വയറിന് നല്ല രീതിയിലുള്ള പെയിൻ വന്നു. അപ്പൊ ഞാൻ അബ്ഡമൻ ഒഴിവാക്കി. അബ്ഡമൻ ഒക്കെ ഞാൻ ഇപ്പോഴാട്ടോ ചെയ്യാൻ തുടങ്ങിയത്. അതായത് 1 വർഷത്തിന് ശേഷം
അങ്ങനെയൊക്കെയാണ് അബ്ഡമൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ അങ്ങനെ അബ്ഡമൻ അങ്ങനെ കാര്യമായിട്ട് ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ളൂ. കാരണം മുറിവ് ഉണങ്ങി വരാൻ നമുക്ക് നല്ല ടൈം എടുക്കുമല്ലോ. അങ്ങനെ അപ്പം ഞാൻ അബ്ഡമനൊക്കെ ഇപ്പോഴാണ് ചെയ്തു വന്നത് കേട്ടോ. എത്രയായാലും ഒരു വർഷമൊക്കെ എടുക്കും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആയിട്ട് വരാൻ. പിന്നെ വയറൊക്കെ കുറഞ്ഞ് നിങ്ങൾ പേടിക്കുകയേ വേണ്ട, വയറൊക്കെ കുറഞ്ഞ് വന്നോളൂ. അത് സ്ലോലി മെല്ലെ ഉണ്ടാകത്തുള്ളൂ. പെട്ടെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ക്ഷമ വേണം. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, പിന്നെ ഫുഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. അപ്പം നിങ്ങളുടെ വെയിറ്റ് ഒക്കെ നല്ല രീതിയിൽ പിന്നെ നല്ല ഹെൽത്തി ബോഡി ആയിട്ടൊക്കെ നമ്മുടെ പഴയ രീതിയിൽ കിട്ടിക്കോളും. അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. ഇപ്പോഴും ഞാൻ മോനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പക്ഷെ നല്ല ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സസൈസും ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളവും നന്നായിട്ട് കുടിക്കുക. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താൻ നോക്കുക. ഇത് ഇപ്പോഴും എൻ്റെ ബോഡി കണ്ടോ, ഇപ്പോഴും നല്ല എൻ്റെ പഴയ രീതിയിൽ തന്നെ എൻ്റെ വയറും, എനിക്ക് തീരെ വയറൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പം പഴയ രീതിയിൽ തന്നെ എൻ്റെ വയറ്, എന്നാലും പഴയ രീതിയിൽ എന്ന് പറയത്തില്ല, ആയി വരുന്നു. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇനിയും തടിച്ചു പോകും, എൻ്റെ പഴയ ബോഡി കിട്ടില്ലേ എന്നുള്ള ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആയി വരുന്നുണ്ട്. നിങ്ങൾക്കും പറ്റും. നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വേണ്ട. ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ സങ്കടപ്പെടുകയോ ചെയ്യരുത്. സമയമെടുത്ത് ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ബോഡിയിലോട്ട് വരാൻ വേണ്ടിയൊക്കെ പറ്റും. അതനുസരിച്ച് നിങ്ങൾ ഫുഡും നോക്കണം, പിന്നെ എക്സസൈസും ചെയ്യണം. മടി പിടിച്ച് അങ്ങനെ ഇരിക്കരുത്. മെല്ലെ മെല്ലെ റെഡി ആയിക്കോളും. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ. വേറൊന്നുമില്ല എനിക്ക് പറയാൻ വേണ്ടി. എല്ലാവരും ക്ഷമയോടെ ഫോളോ ചെയ്യുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസി ഇത് മെയിനാണ്. ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. മെല്ലെ കുറേയൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും, നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാവരും ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. എന്നാൽ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.